യുദ്ധഭീതി വിതച്ച് അമേരിക്കയും ഇറാനും നേർക്കുനേർ വന്നിരിക്കുകയാണ്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഖാർഗ് ഐലൻഡ് ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യം നീക്കം തുടങ്ങിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഏപ്രിൽ 6-നകം ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകി കഴിഞ്ഞു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഖാർഗ് ദ്വീപ് വഴിയായതിനാൽ ഇത് പിടിച്ചെടുക്കുന്നതോടെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാമെന്നാണ് വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടൽ. US മറീനുകളും പാരച്യൂട്ട് റെജിമെന്റുകളും ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറായി മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂറ്റൻ യുദ്ധക്കപ്പലായ USS ട്രിപ്പോളിയും ആയിരക്കണക്കിന് സൈനികരും അത്യാധുനിക ആയുധങ്ങളുമാണ് നിലവിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. 82ാം എയർബോൺ ഡിവിഷനോട് എപ്പോഴും പറന്നുയരാൻ തയ്യാറായിരിക്കാൻ പെന്റഗൺ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ പ്രതിരോധം തീർക്കാനാണ് ഇറാന്റെ നീക്കം. 1000ഓളം ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. ഖാർഗ് ദ്വീപിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുന്ന US സൈന്യത്തെ നേരിടാൻ ഇറാൻ ഒരു പ്രത്യേക തന്ത്രം പയറ്റിയേക്കുമെന്നും പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ദ്വീപിലെ ഭീമൻ എണ്ണ സംഭരണികൾക്ക് തീയിട്ട് ആകാശത്ത് കിലോമീറ്ററുകളോളം കനത്ത പുകപടലം സൃഷ്ടിക്കാനാണ് ഇറാന്റെ പദ്ധതിയത്രേ. ഇത്തരത്തിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന പുകപടലം അമേരിക്കൻ വിമാനങ്ങളുടെയും പാരച്യൂട്ടുകളുടെയും കാഴ്ച മറയ്ക്കുകയും ലാൻഡിംഗ് അസാധ്യമാക്കുകയും ചെയ്യും. അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻ നടക്കാനിരിക്കുന്ന വർഷമായതിനാൽ ഈ നീക്കം ട്രംപിന് രാഷ്ട്രീയമായി നിർണായകമാണ്. അതേസമയം ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലുകളെ കളിപ്പാട്ടങ്ങൾ എന്ന് ട്രംപ് പരിഹസിച്ചത് ഇതിനോടകം നയതന്ത്ര വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആഗോള എണ്ണ വിപണി തകരാനും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയരാനും ഇത് കാരണമാകും. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ഏപ്രിൽ 6 എന്ന സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോകം ശ്വാസമടക്കി പിടിച്ചാണ് പശ്ചിമേഷ്യയിലേക്ക് നോക്കുന്നത്.